ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ജോമെട്രി ആൻഡ് ഓൾജിബ്രയിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. മിഡ് പോയിന്റ്, രണ്ട് പോയിന്റ്സ് വന്നു കഴിഞ്ഞാൽ അതിന്റെ മിഡ് പോയിന്റ് കാണുന്ന അതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ P23 എന്ന് പറയുന്ന ഒരു പോയിന്റും Q85 എന്ന് പറയുന്ന ഒരു പോയിന്റും, ഒരു ലൈനിലെ രണ്ട് പോയിന്റ് വന്നിട്ടുണ്ട്. ഇതിന്റെ മിഡ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. അപ്പോൾ ഇവിടെ ഇതിന്റെ മിഡ് പോയിന്റ് 6 ആണെന്ന് വിചാരിക്കുക. ഈ 6ന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. പിയുടെ കോർഡിനേറ്റ് അറിയാം, ക്യൂവിന്റെ കോർഡിനേറ്റ് അറിയാം. ഓക്കെ, അപ്പൊ നോക്കിയേ, നേരത്തെ ചെയ്ത പോലെ നമ്മൾ എക്സ് ആക്സിന് പാരലായിട്ടുള്ള ലൈൻ, വൈ ആക്സിന് പാരലായിട്ടുള്ള ലൈൻ. അപ്പോ ഇവിടെ എക്സ് കോർഡിനേറ്റ് 8 ആണ്, ഇവിടെ എക്സ് കോർഡിനേറ്റ് 2 ആണ്. അപ്പൊ ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8 - 2 6 ആകും. അതുപോലെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 5 - 3 2 ആവും. അതായത് വൈ കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, എക്സ് കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഇനി നമുക്ക് ഇതിന്റെ മിഡ് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കിട്ടണം. അപ്പൊ ഞാൻ ഈ ലൈൻ ഇങ്ങനെ വരച്ചു നോക്കാം. ഇതിന് പാരലായിട്ട് ഇങ്ങനെ വരച്ചു. അപ്പൊ നോക്കിക്കേ, ഇങ്ങനെ വരച്ചു കഴിഞ്ഞപ്പോ ഇതിന്റെ ഹാഫ് ആണിത്, കാരണം ഇതിന്റെ മിഡ് പോയിന്റ് ആണല്ലോ. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും ഒരേ ആംഗിൾസ് ഉള്ള ട്രയാങ്കിളാണ്, കാരണം ഇത് സെയിം ആംഗിൾ ആണ്, ഇത് കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആണ്, ഇത് 90 ഡിഗ്രി ആണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ സെയിം ആയിരിക്കും. അതായത് ഇതിന്റെ ഹാഫ് ആണ് ഇതെങ്കിൽ ഈ സൈഡിന്റെ ഹാഫ് ആയിരിക്കും ഇത്, ഈ സൈഡിന്റെ ഹാഫ് ആയിരിക്കും ഇത്. ഇത് 6 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 6ന്റെ ഹാഫ് 3 ആയിരിക്കും. ഇത് 2 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 1 ആയിരിക്കും. 2ന്റെ ഹാഫ് 1 ആയിരിക്കും. അപ്പൊ ഈ പോയിന്റ് കണ്ടുപിടിച്ചുകൂടെ? അതായത് 2 3 എന്ന പോയിന്റിൽ നിന്ന് 3 യൂണിറ്റ് റൈറ്റിലേക്ക് വന്നിട്ട് 1 യൂണിറ്റ് മുകളിലേക്ക് പോകുന്നു. അപ്പൊ 3 യൂണിറ്റ് റൈറ്റിലേക്ക് വന്നുകൊണ്ട് 2 കൂടെ 3 കൂട്ടുക. അതായത് എക്സ് കോർഡിനേറ്റ് 3 കൂടും, വൈ കോർഡിനേറ്റ് 1 കൂടും. അപ്പൊ എന്ത് വന്നു? 2 + 3 5, 3 + 1 4. അപ്പോ 5 4 എന്ന് പറയുന്നതാണ് ഇതിന്റെ മിഡ് പോയിന്റ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, വേറെ ഇത് ജനറൽ ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. Px1 y1 Qx2 y2 are 2 points. We need to find out the midpoint are x, y. അപ്പോൾ x എന്താണ്, y എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ചെയ്ത പോലും ചെയ്യാം. എക്സ് ആക്സിന് പാരലായിട്ടുള്ള ലൈൻ, വൈ ആക്സിന് പാരലായിട്ടുള്ള ഒരു ലൈൻ. ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? x2 - x1 ആയിരിക്കും, അല്ലേ? അതുപോലെ ഈ ഡിസ്റ്റൻസോ y2 - y1 ആയിരിക്കും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് y. ഇനി ഇതിന്റെ പെർപെൻഡിക്കുലർ വരയ്ക്കാം. അപ്പോൾ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഇതിന്റെ ഹാഫ് ആണിത്, ഇതിന്റെ ഹാഫ് ആണിത്. അപ്പോൾ ഹാഫ് ഓഫ് y2 - y1 ആണിത്, ഹാഫ് ഓഫ് x2 - x1 ആണിത്. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആകെ ഡിസ്റ്റൻസിന്റെ ഹാഫ് ആണ്, ഹാഫ് ഓഫ് x2 - x1. ഈ ഡിസ്റ്റൻസ് ഹാഫ് ഓഫ് y2 - y1. അപ്പൊ ഇനി ഈ പോയിന്റ് കാണുന്നത് എന്ത് ചെയ്യണം? എക്സ് എന്ന് പറയുന്നത് ഇതിന്റെ എക്സ് കോർഡിനേറ്റിനോട് ഈ ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കൂട്ടണം. അതായത് x is equal to x1 plus half of x2 minus x1. ഇതിന്റെ എക്സ് കോർഡിനേറ്റിന്റെ ഡിഫറൻസിന്റെ ഹാഫ് x1നോട് കൂട്ടണം. ഇപ്പൊ സിംപ്ലിഫൈ ചെയ്യാം. 2 കൊണ്ട് ടു എൽ സി എടുക്കുക എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് 2 LC അങ്ങ് എടുക്കുക. അപ്പൊ എന്ത് കിട്ടും? 2x1 പ്ലസ് 2, ഇവിടെ 2 അങ്ങ് വെട്ടി പോകും. 2 × ഹാഫ് എന്ന് പറഞ്ഞാൽ 2. അപ്പൊ x2 - x1 ഹോൾ ഡിവൈഡ് ബൈ 2 എന്നാവും. LCM ആയിട്ട് 2 എടുക്കുക. അതായത് 2x1 എന്ന് പറഞ്ഞാൽ 2x1/2 എന്ന് എഴുതിയെന്നർത്ഥം. അപ്പൊ 2x1 plus x2 - x1 by 2. അപ്പൊ 2x1 ൽ നിന്ന് x1 കുറച്ചാൽ x1 വരും, അല്ലെ? 2x1 - x1 x1. അപ്പൊ x1 plus x2 by 2. അതുപോലെ y കോർഡിനേറ്റ് എടുക്കുമ്പോഴോ y is equal to y1 plus half into y2 - y1. y1 എന്ന് പറഞ്ഞാൽ 2y1/2 എന്നാ. അപ്പൊ 2y1 plus y2 - y1 ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന് ഒന്നിച്ച് എഴുതാം. അപ്പോ 2y1 ൽ നിന്ന് y1 കുറച്ചാൽ y1 വരും. അപ്പൊ y1 plus y2/2. അപ്പൊ നോക്കിക്കേ, നമുക്കൊരു ഫോർമുല പോലെ കിട്ടി. ഇവിടെ അത് തന്നെയായിരുന്നില്ലേ? നോക്കിയേ, 8 2 കൂട്ടി 10, 10ന്റെ പകുതി 5, 5 3 കൂട്ടി 8, 8ന്റെ പകുതി 4. കണ്ടോ? മിഡ് പോയിന്റ് കാണാൻ നമുക്ക് ഇങ്ങനെയൊന്നും വരയ്ക്കേണ്ട. എന്ത് ചെയ്താൽ മതി? എക്സ് കോർഡിനേറ്റിന്റെ ആവറേജ് എടുക്കുക, വൈ കോർഡിനേറ്റിന്റെ ആവറേജ് എടുക്കുക. Px1 y1 Qx2 y2 are 2 points on a line. Then midpoint of the points are PQ is half of x1 plus x2, half of y1 plus y2. അതായത് എക്സ് കോർഡിനേറ്റിന്റെ ആവറേജ് എടുക്കുക, വൈ കോർഡിനേറ്റിന്റെ ആവറേജ് എടുക്കുക. നമുക്ക് മിഡ് പോയിന്റ് ഡയറക്റ്റ് കിട്ടും. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഫൈൻഡ് ദി മിഡ് പോയിന്റ് ഓഫ് ദി ലൈൻ ജോയിനിങ്
P236 Q61. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ഒക്കെ എങ്ങനെ പടം വരച്ചല്ലേ ചെയ്തത്. ഇവിടെ അതിന്റെ ആവശ്യം എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടും കൂട്ടിയിട്ട് പകുതി എടുക്കുക. എക്സ് കോർഡിനേറ്റ് കൂട്ടി പകുതി എടുത്താൽ മിഡ് പോയിന്റ് എക്സ് കോർഡിനേറ്റ് ഇട്ടും വൈ കോർഡിനേറ്റ് കൂട്ടി പകുതി എടുത്താൽ മിഡ് പോയിന്റ് വൈ കോർഡിനേറ്റ് ഇടും. അപ്പോൾ മിഡ് പോയിന്റ് കാണാനുള്ള ഫോർമുല x1 പ്ലസ് x2/2 y1 പ്ലസ് y2/2. അപ്പോൾ ഇവിടെ x1 y1 x2 y2. ഇവിടെ x1 എന്ന് പറഞ്ഞാൽ 2, ഇതിന്റെ x2 എന്ന് പറയുന്നത് 6. അപ്പോൾ 2 പ്ലസ് 6/2 3 പ്ലസ് 1/2. 2 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 8, 8/2. 3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 4, 4/2. അതായത് 8/2 എന്ന് പറഞ്ഞാൽ 4, 4/2 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിന്റെ മിഡ് പോയിന്റ്, ഈ രണ്ട് പോയിന്റിന്റെ മിഡ് പോയിന്റ് ആയിട്ട് വരുന്നത് 4, 2 എന്ന പോയിന്റ് ആണ്. അതായത് 2 6 കൂട്ടി പകുതി എടുത്തു 4, 3 1 കൂട്ടി പകുതി എടുത്തു 2. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, വേറെ നോക്കാം. A-1 B 3-1. അപ്പൊ ഇതിന്റെ എക്സ് മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. മിഡ് പോയിന്റ് കാണാൻ എന്ത് ചെയ്യണം, എക്സ് കോർഡിനേറ്റ് കൂട്ടുക. -1 പ്ലസ് 3/2 4 പ്ലസ് 1/2. അപ്പൊ -1 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് അല്ലേ. ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. 3 എന്ന് 1 കുറച്ചാൽ 2, 2/2 1. 4 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 5, 5/2. അപ്പോൾ 1 5/2. എക്സ് കോർഡിനേറ്റ് 1 വൈ കോർഡിനേറ്റ് 5/2. അതായത് ഇതിന്റെ രണ്ടിന്റെ എക്സ് കോർഡിനേറ്റ് കൂട്ടി പകുതി എടുത്തു, അപ്പോൾ 1 കിട്ടി. ഇതിന്റെ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് കൂട്ടി പകുതി എടുത്തു, 5/2 കിട്ടി. അപ്പോൾ 1 5/2 ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് എ ബി. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലത്തിലേക്ക് പോവാം. ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ പ്രോബ്ലം ആണ്. A circle is drawn with a line joining 2, 3 and 6, 5 as diameter. What are the coordinate of the center? Centerന്റെ കോർഡിനേറ്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. What are the coordinate of the center? അപ്പോൾ ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ് അറിയാം. അപ്പോൾ ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ് അറിയാമെങ്കിൽ സെന്റർ എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ മിഡ് പോയിന്റ് അല്ലേ. അപ്പോൾ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ആ സർക്കിളിന്റെ ഒരു ഡയമീറ്റർ, ആ ഡയമീറ്ററിന്റെ രണ്ട് എൻഡ് പോയിന്റ് തന്നിട്ടുണ്ട്, 6, 5 2, 3. അപ്പൊ അതിന്റെ സെന്റർ കാണാൻ പറഞ്ഞാൽ അതിന്റെ മിഡ് പോയിന്റ് ആണ്. സെന്റർ ഡയമീറ്ററിന്റെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ സെന്റർ എന്ന് പറഞ്ഞാൽ 6 പ്ലസ് 2/2 5 പ്ലസ് 3/2, അതായത് 8/2 8/2, അതായത് 4, 4. അപ്പൊ ഇതിന്റെ ഈ സർക്കിളിന്റെ സെന്റർ 4, 4 ആണ്. അതായത് ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ് അറിയാമെങ്കിൽ സെന്റർ കാണാൻ അതിന്റെ മിഡ് പോയിന്റ് എടുത്താൽ മതി. അപ്പോൾ 4, 4 ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് ദി സർക്കിൾ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The coordinates of the two opposite vertices of a parallelogram are 4, 5 and 1, 3. Find the point of intersection of the diagonals. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ആ ഡയഗണൽസിന്റെ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ വാട്ട് ആർ ദി point of what is the point of intersection of the diagonals എന്ന് ചോദിച്ചാൽ we need to find out the midpoint of the diagonal. അപ്പോൾ കണ്ടോ, ABCD ഒരു പാരലോഗ്രാം ആണ്. അതിൽ A13 C45 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഡയഗണൽസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാന്ന് ചോദിച്ചാൽ പാരലോഗ്രാമിന്റെ ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് രണ്ട് ഡയഗണലിന്റെയും മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ AC-യുടെ മിഡ് പോയിന്റ് എടുത്താൽ ഈ പോയിന്റ് കിട്ടും. അപ്പോൾ AC-യുടെ മിഡ് പോയിന്റ് കാണാൻ ചെയ്താൽ മതി, ഇതിന്റെ എക്സ് കോർഡിനേറ്റും ഇതിന്റെ എക്സ് കോർഡിനേറ്റും കൂട്ടി പോയി എടുക്കുക, ഇതിന്റെ വൈ കോർഡിനേറ്റും ഇതിന്റെ വൈ കോർഡിനേറ്റും കൂട്ടി പോയി. അപ്പോൾ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി മിഡ് പോയിന്റ് ഓഫ് ഡയഗണൽസ് ആണ്. അപ്പോൾ ഇവിടെ 4 പ്ലസ് 1 5/2, 3 പ്ലസ് 5 8/2. അതായത് ഇതിന്റെ എക്സ് കോർഡിനേറ്റ് ആഡ് ചെയ്ത് പകുതി എടുത്തു, ഇതിന്റെ വൈ കോർഡിനേറ്റ് ആഡ് ചെയ്ത് പകുതി എടുത്തു, അതായത് 5/2 4. അപ്പൊ ഈ പോയിന്റ് 5/2 4 ആണ്. ഇതൊരു പാർട്ട് കുറിച്ചോട്ട് വാട്ട് ആർ ദി കോർഡിനേറ്റ്സ് ഓഫ് ദി മിഡ് പോയിന്റ് ഓഫ് ദി അതർ ഡയഗണൽ. അതർ ഡയഗണലിന്റെ മിഡ് പോയിന്റ് അത് തന്നെയായിരിക്കും, അതായത് ഇത് തന്നെ 5/2 4. കാരണം അപ്പൊ ഇത് പാരലോഗ്രാം എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് രണ്ട് ഡയഗണലിന്റെയും മിഡ് പോയിന്റ് സെയിം ആണെങ്കിൽ അതൊരു പാരലോഗ്രാം ആയിരിക്കും. അപ്പോൾ ഇതിന്റെ മിഡ് പോയിന്റ് കിട്ടി, അത് തന്നെയാണ് DBയുടെ മിഡ് പോയിന്റ്. അപ്പോൾ വാട്ട് ആർ ദി കോർഡിനേറ്റ്സ് ഓഫ് ദി അതർ ഡയഗണൽ എന്ന് ചോദിച്ചാൽ ഇത് തന്നെ, അതായത് കോർഡിനേറ്റ് ഓഫ് ദി അതർ ഡയഗണൽ ഈസ് ഓൾസോ 5/2 4. ക്ലിയർ ആയ പറഞ്ഞത്? ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. A quadrilateral is drawn with vertices A13 B86 C12 13 D5 10. Prove that ABCD is a parallelogram. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഒരു ക്വാഡ്രിലാറ്ററിന്റെ 4 വെർട്ടീസും അറിയാം, അതൊരു പാരലോഗ്രാം എന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ പാരലോഗ്രാം എന്ന് പ്രൂവ് ചെയ്യാൻ ഇവിടുത്തെ ആ പ്രോപ്പർട്ടി എന്താണ്? 4 വെർട്ടീസും അറിയാമെങ്കിൽ പാരലോഗ്രാം എന്ന് പ്രൂവ് ചെയ്യാൻ രണ്ട് ഡയഗണൽസിന്റെയും മിഡ് പോയിന്റ് സെയിം ആണെന്ന് കാണിച്ചാൽ മതി. അതായത് രണ്ട് പാരലോഗ്രാം ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്ന ക്വാഡ്രിലാറ്ററൽസ് എല്ലാം പാരലോഗ്രാം ആണ്.
അപ്പൊ ഡയഗൺസ് ബൈസെക്ട് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ എന്ത് ചെയ്താൽ മതി, രണ്ട് ഡയഗൺസിന്റെ മിഡ് പോയിന്റ് കാണുക, അത് രണ്ടും സെയിം ആണോ എന്ന് നോക്കുക. സെയിം ആണെങ്കിൽ ഡയഗൺസ് ബൈസെക്ട് ചെയ്തു, സോ ഇറ്റ് ഈസ് എ പാരലോഗ്രാം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ നോക്കാം, എ ബി ഇവിടെ ഒരു എ ബി സി ഡി നമ്മൾ ഒരു പേര് കൊടുത്ത് എഴുതിയതാണല്ലോ. എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്, ഡി തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ മിഡ് പോയിന്റ് കാണാം. എ സിയുടെ മിഡ് പോയിന്റ് ആദ്യം എടുക്കാം. മിഡ് പോയിന്റ് ഓഫ് എ സി എന്ന് പറഞ്ഞാൽ ഇതിന്റെ എക്സ് കോർഡിനേറ്റും ഇതിന്റെ എക്സ് കോർഡിനേറ്റും കൂട്ടി ഹാഫ് എടുക്കുക. ഹാഫ് ഓഫ് 1 + 12, ഹാഫ് ഓഫ് 3 + 13. അതെന്ത് കിട്ടി? ഹാഫ് ഓഫ് 1 + 12 എന്ന് പറഞ്ഞാൽ 12 + 1 3, 13/2. ഇവിടെ 13 + 3 16/2. അപ്പോൾ 13/2 8 ആണ് ഈ എ സി എന്നാണ് പറയുന്ന ഡയഗണലിന്റെ മിഡ് പോയിന്റ്. ഇനി ബി ഡിയുടെ മിഡ് പോയിന്റ് കാണാം. ബി ഡി എന്ന് പറഞ്ഞ ഡയഗണലിന്റെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 5 + 8/2, 10 + 6/2. 5 + 8 എന്ന് പറഞ്ഞാൽ 13 ആണ്. അപ്പോൾ 13/2. 10 + 6 എന്ന് പറഞ്ഞാൽ 16 ആണ്. 16/2 8 പഴയത് തന്നെ കിട്ടി. 13/2 8. അപ്പൊ രണ്ട് ഡയഗണൽസും മിഡ് പോയിന്റ് ഒന്ന് തന്നെയാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ട് ഡയഗണൽസും അതിന്റെ മിഡ് പോയിന്റിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. അപ്പൊ ഡയഗണൽസ് ബൈസെക്ട് ചെയ്തത് കൊണ്ട് എ ബി സി ഡി എന്താണ്? പാരലോഗ്രാം. അപ്പൊ തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററൽ പാരലോഗ്രാം ആണ്. നമ്മളിത് വേറെ രീതിയിൽ നേരത്തെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ? 4 സൈഡും കണ്ടുപിടിച്ചോ, രണ്ട് പേർ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ പാരലോഗ്രാം ഡിസ്റ്റൻസ് ഫോമിൽ വെച്ച് ഇതിന്റെ എ ബിയുടെ ഡിസ്റ്റൻസ് കാണുക, സി ഡിയുടെ ഡിസ്റ്റൻസ് കാണുക, അത് രണ്ട് ഈക്വൽ ആവും. എ ഡിയുടെ ഡിസ്റ്റൻസ് കാണുക, ബി സിയുടെ ഡിസ്റ്റൻസ് കാണുക, അത് രണ്ട് ഈക്വൽ. അങ്ങനെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ലെങ്തി ആണ്. ഇതാകുമ്പോൾ വളരെ എളുപ്പമാണ്. ഇതിന്റെ മിഡ് പോയിന്റ് കാണുക, ഇതിന്റെ മിഡ് പോയിന്റ് കാണുക. രണ്ട് ഡയഗൺസിന്റെയും മിഡ് പോയിന്റ് സെയിം ആയാൽ ദേ ബൈസെക്ട് ഈച്ച് അതർ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ പാരലോഗ്രാം. അപ്പൊ ഡയഗൺസ് ബൈസെക്ട് ചെയ്യുന്ന ക്വാഡ്രിലാറ്ററൽസ് എല്ലാം എന്താണ്? പാരലോഗ്രാം ആണ്. ക്ലിയർ ആയി പറഞ്ഞത്? അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ മിഡ് പോയിന്റിന്റെ പ്രോപ്പർട്ടി വെച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.